ആസാഫ് രചിച്ച 12 സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണ് 50-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനോടുള്ള ഉപദേശമാണ്. വേണമെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു കുറ്റപത്രം എന്നും ഇതിനെ പറയാം. പഴയ നിയമം പരിശോധിച്ചാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സൂചനകളും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതിൽ പരമപ്രധാനമായ ചില വെളിപ്പാടുകൾ അടങ്ങുന്നതാണ് 50-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായവിധിക്കായി പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ യാന്ത്രികമായ ആരാധനയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരായ ആളുകളെ ശാസിക്കുന്നതായി കാണാൻ കഴിയും. 22ഉം 23ഉം വാക്യങ്ങൾ അന്തിമ ശാസനവും രക്ഷയുടെ മാർഗവും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് ന്യായാധിപനായി വരുമ്പോൾ സകല കാര്യങ്ങളിലും സാക്ഷിയായി വിളിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും ആണ്. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. 50-ാം സങ്കീർത്തനം 4-ാം വചനം. ലോകപ്രകാരം ന്യായവിധിക്ക് സാക്ഷികളെ വിസ്തരിക്കുന്നു. സാക്ഷികളില്ല എങ്കിൽ വിവിധ നിലകളിലുള്ള സാഹചര്യ തെളിവുകൾ ശേഖരിക്കുന്നു. ഇതിൽ ലഭിക്കുന്നില്ല എങ്കിൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ സ്വീകരിക്കും. എന്നാൽ സ്വർഗീയ കോടതിയുടെ സാക്ഷികൾ തികച്ചും വ്യത്യസ്തമാണ്. യഹോവ വിളിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കുന്നതിനെ വേദപുസ്തകത്തിൽ പല സ്ഥലത്തും നാം കാണുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ അവിടെ ദീർഘായുസ്സോടെ ഇരിക്കാതെ നിർമൂലമായി പോകും. ആവർത്തനം 4:26. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത് വചനം. നാം പറയുന്ന എല്ലാ കാര്യങ്ങളും ആകാശവും ഭൂമിയും ഒപ്പിയെടുക്കുന്നു. ചെയ്ത കുറ്റങ്ങളെ നിരാകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആകാശവും ഭൂമിയും അവർക്കെതിരെ സംസാരിക്കുന്നു. ന്യായവിധിയിൽ രഹസ്യമായി ചെയ്തിട്ടുള്ള പാപങ്ങൾ പരസ്യമാകും. എല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിനാൽ ആർക്കും പാപങ്ങളെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 20:12 വചനം. ഇസ്രായേൽ ജനം മൃഗബലി കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ അവ കേവലം ബാഹ്യമായ കർമ്മങ്ങളായി തീർന്നു. സാൻമാർഗിക മൂല്യങ്ങളും ധാർമ്മിക നിഷ്ഠതയും ഇല്ലാത്ത ആചാരങ്ങളെയാണ് യഹോവ വിമർശിക്കുന്നത്. എന്നാൽ ദൈവം ഇങ്ങനെയുള്ള യാഗങ്ങളിലല്ല പ്രസാദിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നന്ദി, പരമാർത്ഥതയും കരുണയും ഉള്ള ഹൃദയമാണ്. ധാർമ്മികതയുടെ പാത വിട്ടു യാത്ര ചെയ്താൽ അവരെ ന്യായവിധിയിൽ നശിപ്പിച്ചു കളയുമെന്ന താക്കീത് ദൈവം ഈ സങ്കീർത്തനത്തിൽ കൂടി നൽകുന്നു. ജനം വിടുതലിനായി എന്തു ചെയ്യണമെന്ന് യഹോവ പറയുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 50-ാം സങ്കീർത്തനം 14-15 വചനങ്ങൾ. ആശ്വാസവും ധൈര്യവും നൽകുന്ന കർത്താവിൻ്റെ വചസ്സുകളാണ് ഇവ. ദൈവത്തെ മറന്നു പോകുന്നതാണ് സകല ദുഷ്ടതകൾക്കും പാപങ്ങൾക്കും കാരണം. ദൈവത്തെ മറക്കുമ്പോൾ ദൈവം നൽകുന്ന രക്ഷ നമ്മൾ മറക്കുന്നു. പക്ഷിമൃഗാദികളുടെ ബലിയർപ്പണമല്ല, ഹൃദയത്തിൽ നിന്നുയരുന്ന സ്തോത്രമാണ് ദൈവത്തിന് പ്രസാദകരം. ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ധാർമ്മികതയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. കർത്താവിലേക്ക് കടന്നു വന്നാൽ വിടുതലുണ്ട്. വിടുതൽ ലഭിക്കുമ്പോൾ ദൈവത്തിന് സ്തുതിയും നന്ദിയും കൃതജ്ഞതയും നാം അർപ്പിക്കണം. അതുകൊണ്ട് അവൻ മുഖാന്തരം
നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:15-16 വചനങ്ങൾ. സ്തോത്രയാഗം നടത്തുന്നവർക്ക് ദൈവം തൻ്റെ രക്ഷയെ കാണിക്കും എന്ന് പറഞ്ഞ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. 50-ാം സങ്കീർത്തനം 23-ാമത് വചനം. നമ്മുടെ നടപ്പുകളെ ക്രമപ്പെടുത്തി യഹോവ നൽകുന്ന രക്ഷയെ നമുക്ക് അനുഭവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.